പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്നത്തെ കാഴ്ച നമ്മളൊക്കെ അനുകരിക്കാൻ പറ്റിയൊരു കാഴ്ച കേട്ടോ. ഇത് ഈ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് പിഷാരികാവ് ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചിറയാണ്. ഒരു കായലിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ വലിയൊരു ചിറ. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ചെറിയായിരിക്കും. ഇതിന്റെ ഓരത്താണ് ഇളനീർ ജ്യൂസ് വെക്കുന്ന കടയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ഈ ഒരു പൊരിശാല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ ന്യൂ ഇയറിന്റെ അന്ന് ഈ ചിറക്ക് ചുറ്റും വിളക്ക് കത്തിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ പങ്കെടുത്തിരുന്നത്. അതൊക്കെ നല്ല രസമാണ്, വൈബായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ നല്ല കാറ്റും കൊണ്ട് ഒരു കഷ്ണം കോഴിക്കോടൻ അലുവയൊക്കെ കടിച്ചിരിക്കാൻ തുടങ്ങും. നല്ല ടേസ്റ്റ്, ചെറിയ ചായയും കിട്ടും. അപ്പോൾ ഇവിടെ ഒരു മന്നമംഗലം സ്വയം സഹായ സംഘം എന്ന് പറയുമ്പോൾ ഒരു സംഘം, 20 ആളടങ്ങിയ സംഘം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമ്മളൊക്കെ അനുകരിക്കേണ്ടതാണ്. നമുക്കൊക്കെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതൊക്കെ വെറും ചിരിയും കളിയുമായിട്ട് അസ്തമിച്ചു പോകാറാണ് പതിവ്. അങ്ങനെയല്ല വേണ്ടത്. അതിൽ നിന്നും നവീനമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും. ആ ആശയങ്ങൾ നമുക്ക് ജീവിത മാർഗമാക്കി മാറ്റാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മളത് ആരും ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടായ ഒരു ആശയത്തിന്റെ ഫലമായിട്ടാണ് മന്നമംഗലം സ്വയം സഹായ സംഘം ഇവിടെ ഇങ്ങനെ ഒരു പൊരിശാലയും അതുപോലെ തന്നെ ഈ ഹൽവക്കടയൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ വർഷം തുടങ്ങി വൻ വിജയമായി. ഇപ്രാവശ്യവും അവർ അതുപോലെ തന്നെ കുറച്ചും കൂടി നന്നായി ഹൽവകളുടെ ഒക്കെ തന്നെ വ്യത്യസ്തമായ വിപുലമായ കളക്ഷനൊക്കെ. കോഴിക്കോടൻ അലുവയുടെ ലവറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിരാശപ്പെടില്ല. അത്രയും അലുവയുടെ കളക്ഷൻ ഇവിടെയുണ്ട്. ആ ഹൽവയുടെ കളക്ഷനാണ് ഇനിയും ഇവിടെ എത്തിച്ചത്. അപ്പോൾ അങ്ങനെ അലുവയുടെ കളക്ഷനും അതുപോലെ തന്നെ ചെറിയ സ്നാക്സും പൊയ്യൊക്കെ ആയിട്ട് ഇവരിവിടെ ഈ ഒരു ബിസിനസ് എല്ലാ ശബരിമല സീസണിലും ഉണ്ടാവും. അപ്പൊ അന്യസംസ്ഥാനക്കാരല്ല മാത്രമല്ല എല്ലാ തദ്ദേശീയരും അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് സാധനം വാങ്ങുന്നുണ്ട്. സംഗതി സക്സസ് ആണ്. അപ്പോൾ നമുക്കും നമ്മളുടെ എന്താ പറയാ ഈ കൂട്ടായ്മകളും കൂടിച്ചേരലുകളൊക്കെ ഇതുപോലെ ബിസിനസ്സാക്കി മാറ്റി വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് വിജയിപ്പിച്ചെടുത്ത് അതിൽ നമുക്കൊരു മാതൃക കാണിച്ചു തന്ന സഹായം ഒരു സംഘം തന്നെയാണ് മന്നമംഗലം സ്വയം സഹായ സംഘം. അതുകൊണ്ട് സഹായ സംഘത്തിൻ്റെ പുരുഷാലിയാണിത്. ഒരു 20 ആൾ കൂടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ എല്ലാ കൊല്ലവും ശബരിമല സമയത്താണ് ദേവസ്വം ബോർഡിൽ നിന്ന് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഇതിൻ്റെ പൈസ കംപ്ലീറ്റ് സംഘം പ്രവർത്തകർ സേവന പ്രവർത്തനങ്ങളിലും മറ്റുള്ള ഉപകാരപ്രദമായ പരിപാടിക്ക് നാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത സംഘമാണ് മന്നമംഗലം സംഘം. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ. അപ്പൊ എല്ലാവരും ഒരൊറ്റ മനസ്സോടെ ഈ 20 ആളുകളും ഒറ്റ മനസ്സോടെ ചെറുതോ വലുതോ ഒന്നില്ലാതെ ഈ ഒരു ബിസിനസ് ഐഡിയക്ക് വേണ്ടിയിട്ട് അവർ ഓടി നടന്നു. അതിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് മാതൃകയാണ്. നമുക്കും നാളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു പുരുഷാല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുമാത്രമല്ല, വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണം ഇതിന്റെ ലാഭം എന്ന് പറയുന്നത് അവരുടെ പിന്നെ കൂടെയുള്ള ഗിരീഷ് പറഞ്ഞതുപോലെ സേവന പ്രവർത്തനങ്ങളെ കൂടി ഉപയോഗിക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഈ പൊരിശാലയിൽ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. മധുരമുള്ള കോഴിക്കോടൻ അൽവയുടെ രുചിയും അതുപോലെ ഈ കൂടിച്ചേരലിൻ്റെ നന്മയുമൊക്കെ ചേരുമ്പോൾ നല്ല വിജയമായി മാറും, ഉറപ്പാണ്. എന്തായാലും ഈ ഒരു കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാഴ്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കും. എന്തായാലും നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. എന്തായാലും ഈ വിജയം സേവനത്തിൻ്റെ കൂടി വിജയമായ ഒരുപാട് സന്തോഷം.